ഹായ് ഫ്രണ്ട്സ്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 10th വൺ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം നമുക്ക്. ഫോളോയിങ് ആർ ദി ബാലൻസ് ഷീറ്റ് ഓഫ് എക്സ് ലിമിറ്റഡ് ആൻഡ് വൈ ലിമിറ്റഡ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡ് ഉണ്ട്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ലോങ് ടേം ബോറോയിങ്സ് വൈ ലിമിറ്റഡ് 15,000. ട്രേഡ് പേയബിൾസ്. Then assets non-current asset PPE 1,20,000 and 60. Non-current investment 15,000 X limited. Then share capital, notes to account, share capital 1 lakh. Then 50,000. P&L account 10,000. Y limited debit balance 10,000 negative. Then long-term borrowings, loan from X limited 15,000 Y limited. Non-current investment loan to Y limited. So ഇവിടെ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും. ഇവിടെ ലോൺ ഫ്രം എക്സ് ലിമിറ്റഡ്, ലോൺ ടു വൈ ലിമിറ്റഡ്. ഇവിടെ എക്സ് വൈക്ക് കൊടുത്തതാണ്. സോ ഇറ്റ് ഈസ് എ മ്യൂച്വൽ ഓയിങ്സ്. ഇതെന്താണ്? മ്യൂച്വൽ ഓയിങ്സ് ആണ്. ക്ലിയർ? ഇത് വരാൻ നേരത്ത് ബാലൻസ് ഷീറ്റിലായിരിക്കും മ്യൂച്വൽ ഓയിങ്സിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്. ഓക്കെ, ബട്ട് ഇവിടെ എന്താ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. എ ന്യൂ കമ്പനി എക്സ് വൈ ലിമിറ്റഡ് ഈസ് ഫോംഡ് to acquire the sundry assets and trade payables of X limited and Y limited. So ഇവിടെ സൺട്രി അസറ്റ്സും ട്രേഡ് പേയബിൾസും എക്സിൻ്റെയും വൈയുടെയും സൺട്രി അസറ്റ്സിനെയും ട്രേഡ് പേയബിൾസിനെയും ന്യൂ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? അക്വയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ന്യൂ കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട്. ദെൻ for this purpose the sundry assets of X limited are revalue ചെയ്ത് 1 lakh. Then the debt due to X limited is also to be discharged in shares of X Y limited എന്ന് പറയുന്നത് ഇവിടെ എക്സ് വൈക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? എക്സ് വൈക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഡിസ്ചാർജ് ചെയ്യുന്നത് ദ ലയബിലിറ്റി എമൗണ്ട് പേയബിൾ ടു എക്സ് ലിമിറ്റഡ് ഈസ് ടു ബി ഡിസ്ചാർജ്ഡ് ഇൻ ഡെപ്റ്റ് ഡ്യൂ ടു എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ലയബിലിറ്റി എമൗണ്ട് പേയബിൾ ടു എക്സ് ലിമിറ്റഡ്. ഓക്കെ, ഡെപ്റ്റ് ഡ്യൂ ടു എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് എമൗണ്ട് ലയബിലിറ്റി പേയബിൾ ടു എക്സ് ലിമിറ്റഡ്. സോ അത് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്താണ് അത് ഡിസ്ചാർജ് ചെയ്യണത്. ക്ലിയർ? ദെൻ ഷോ ദി ലെഡ്ജർ അക്കൗണ്ട്സ് ടു ക്ലോസ് ദി ബുക്സ് ഓഫ് എക്സ് ലിമിറ്റഡ്. സോ എക്സ് ലിമിറ്റഡിൻ്റെ ബുക്സ് മാത്രമാണ് ക്ലോസ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്, വൈ ലിമിറ്റഡിൻ്റെ ചോദിച്ചിട്ടില്ല. ക്ലിയർ? സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കണം. ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണില്ല. സോ നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുന്നത്? നെറ്റ് അസറ്റ്സ് ഈക്വൽ ടു പർച്ചേസ് കൺസിഡറേഷൻ. ക്ലിയർ? ദെൻ പർച്ചേസ് കൺസിഡറേഷൻ ക്ലിയർ ആയത് നെറ്റ് അസറ്റ്സിൽ ഇവിടെ സൺട്രി അസറ്റ്സ് 1 lakh റീവാല്യൂ ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ സൺട്രി അസറ്റ്സ് നോൺ കറൻറ്റ് അസറ്റ്സിൽ പി പി ഇ ഉണ്ട്, നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇവിടെ സൺട്രി അസറ്റ്സ് ആയിട്ട് നമ്മൾ പി പി ഇ മാത്രമേ എടുക്കത്തുള്ളൂ. ബിക്കോസ് ഇവിടെ നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലോൺ ടു വൈ ലിമിറ്റഡാണ്. അത് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് എക്സ് വൈ ലിമിറ്റഡ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഇവിടെ ഇത് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ടേക്കൺ ആസ് സൺട്രി അസറ്റ്സ്. ഇവിടെ നോൺ കറൻറ്റ് അസറ്റ്സ് സൺട്രി അസറ്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. സൺട്രി അസറ്റ്സ് ആയിട്ട് പി പി ഇ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ദെൻ ഇനി നമുക്ക് വർക്കിങ്സ് നോക്കാം എങ്ങനെ എക്സാമിന് എഴുതുന്നതെന്ന്. സോ റിയലൈസേഷൻ അക്കൗണ്ട് വരച്ച് ദെൻ ആ ഫസ്റ്റ് പേജ് നമുക്ക് വിടാം. ദെൻ വർക്കിനോട് നമുക്ക് എഴുതാം. നെറ്റ് അസറ്റ്സ് സൺട്രി അസറ്റ്സ് 1 lakh. ദെൻ ട്രേഡ് പേയബിൾസും ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. സോ 25,000. സോ നെറ്റ് അസറ്റ്സ് ഈക്വൽ ടു 75,000. ഓക്കെ, സോ ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാത്തതുകൊണ്ട് നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യുന്നു? പർച്ചേസ് കൺസിഡറേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് അസറ്റ്സ്. സോ നെറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത് 75,000 ആണ്. അത് ബൈ വേ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ ഡെപ്റ്റ് ഡ്യൂ ടു എക്സ് ലിമിറ്റഡ് ഈസ് ഡിസ്ചാർജ് ഇൻ ഷെയർസ് ഓഫ് എക്സ് ലിമിറ്റഡ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലോൺ ടു വൈ ലിമിറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് അല്ലേ, ആ അസറ്റ് ക്യാൻസലാണ്. ഒരു അസറ്റ് ക്യാൻസൽ ചെയ്യണം നമ്മൾ എന്താ ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സോ ലോൺ ടു വൈ ലിമിറ്റഡ് നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അത് ക്രെഡിറ്റ് ചെയ്ത് അസറ്റ് കുറഞ്ഞു, അസറ്റ് പോയി, ക്യാൻസലായി. ഓക്കെ, ദെൻ അതിന് പകരം നമ്മൾ എന്താണ് കൊണ്ടുവരുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് 15,000 ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ആര് ഇഷ്യൂ ചെയ്യുന്നുണ്ട്? ന്യൂ കമ്പനി എക്സ് വൈ ലിമിറ്റഡ് എക്സ് ലിമിറ്റഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അത് ക്ലിയർ ആയി. ദെൻ ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു 15,000 ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് ഇപ്പോൾ അസറ്റ് ട്രാൻസ്ഫറി കമ്പനി ഒരു അസറ്റ് ടേക്കൺ ഓവർ ചെയ്തില്ലെങ്കിൽ അത് ലിക്വിഡേറ്റർ എന്ത് ചെയ്യും? ലിക്വിഡേറ്റർ ഒന്നല്ലെങ്കിൽ അത് സോൾഡ് ചെയ്യും.
സോൾവ് ചെയ്യാൻ നേരത്ത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ്സ്, ദെൻ എന്തെങ്കിലും പ്രോഫിറ്റോ ലോസോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് റിയലൈസേഷൻ അക്കൗണ്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. സോ അങ്ങനെ ഒരു അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും ഓർ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് വരും. സോ അവിടെ വരുന്ന ബാങ്ക് അക്കൗണ്ട്, അവിടെ നമ്മൾ ബാങ്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ലയബിലിറ്റീസ് എല്ലാം സെറ്റിൽ ചെയ്ത് ബാലൻസ് വരുന്ന ബാങ്ക് അക്കൗണ്ട് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെ തന്നെ ഈ കേസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും, നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ? ഓക്കെ, അതാണ് ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് വരുന്നത്. സോ ലെഡ്ജർ വരുമ്പോൾ ഒന്ന് ക്ലിയർ ആവും. ഫസ്റ്റ് തന്നെ റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുക. അവിടെ നമ്മൾ ആകെ എടുക്കുന്നത് എന്തുമാത്രം ടേക്ക് ഓവർ ചെയ്യുന്നുള്ള PPE. ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് എപ്പോഴും എന്തിലായിരിക്കണം, ബുക്ക് വാല്യൂലായിരിക്കണം, മറന്നു പോരുത്, ബുക്ക് വാല്യൂലായിരിക്കണേ. ദെൻ PPE 1,20,000. ദെൻ ട്രേഡ് പേബിൾസ് നമ്മൾ എടുക്കുന്നുണ്ട്. ദെൻ അങ്ങനെ അത് ക്യാൻസൽ, നമുക്ക് ഓരോന്നും ക്യാൻസൽ ചെയ്ത് വരാം. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇത് പോയി. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആദ്യം ഷെയർ ക്യാപിറ്റൽ അല്ല നമ്മൾ എടുത്തത്. ഓക്കെ, നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടാണ് എടുത്തത്. സോ ഫസ്റ്റ് റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ എടുത്തത് എന്താണ്, നമ്മൾ ആകെ എടുത്തത് PPE ആണ്. PPE ക്യാൻസൽ ചെയ്ത്, പിന്നെ എന്താ നമ്മൾ ക്യാൻസൽ ചെയ്തത്, ദെൻ നമ്മൾ ട്രേഡ് പേബിൾസ് ക്യാൻസൽ ചെയ്ത്. ഇനി ഇവിടെ ക്യാൻസൽ ചെയ്യാൻ എന്തുള്ളത്, ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അത് ആർക്ക് കൊടുക്കണം, അത് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അതാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് വെച്ചിട്ട് ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1 lakh കൊടുത്തു. ദെൻ ഇവിടെ എന്തുണ്ട് കൊടുക്കാൻ, P&L അക്കൗണ്ട് ഉണ്ട്. P&L അക്കൗണ്ടിൽ 10,000 ഉണ്ട്. അത് ആർക്ക് നമ്മൾ കൊടുക്കണം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അത് നമുക്ക് കൊടുക്കാം. അത് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് P&L അക്കൗണ്ട് നമ്മൾ 10,000 കാണിച്ചു. ഓക്കെ, ദെൻ ഇനി എന്താ, ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്യുന്നത്. അല്ല, ബാലൻസ് ഷീറ്റ് എല്ലാം കളയണം. ബാലൻസ് ഷീറ്റിൽ ഒരു എൻട്രി, ഒരു അക്കൗണ്ട് അവിടെ നിൽക്കാൻ പാടില്ല. ഓക്കെ, സോ ഇനി എന്താ അവിടെ പോകാനുള്ള, ബാലൻസ് ഷീറ്റിൽ ഇത് പോയി, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പോയി, റിസർവ്സ് ആൻഡ് സർപ്ലസ് P&L പോയി, ലോങ് ടേം ബോറിങ്സിലൊന്നുമില്ല, ട്രേഡ് പേബിൾസ് പോയി. സോ ലയബിലിറ്റീസ് എല്ലാം ക്ലോസ് ആയി. ദെൻ PPE പോയി. ദെൻ നോൺ കറണ്ട് അസറ്റ്സ് അവിടെ എടുത്തിട്ടുണ്ട്, അവർ അസറ്റ് ടേക്ക് ഓവർ ചെയ്തിട്ടില്ല. സോ ഒരു അസറ്റ് ട്രാൻസ്ഫർ കമ്പനി ടേക്ക് ഓവർ ചെയ്തില്ലെങ്കിൽ ആ അസറ്റിന് നമ്മളൊരു ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സോ ഇവിടെ ഞാൻ ലോൺ ടു വൈ ലിമിറ്റഡ് എന്നും പറഞ്ഞ് ടു ബാലൻസ് ബ്രോഡ് എന്നും പറഞ്ഞ് 15,000 ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് ഞാൻ ഓപ്പൺ ചെയ്ത്, അത് ദേ ഇവിടെ 15,000 ഞാൻ ഓപ്പൺ ചെയ്ത്. ഇനി ഒന്നുമില്ല. സോ ബാലൻസ് ഷീറ്റ് എല്ലാം ക്ലോസ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മളിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, ഇനി നമ്മൾ എന്ത് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ട് വരച്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടും വരച്ച് ലോൺ ടു വൈ ലിമിറ്റഡും കൊടുത്തു. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്യുന്ന ശേഷം നമ്മളിനി പർച്ചേസ് കൺസിഡറേഷൻ റെക്കഗ്നൈസ് ചെയ്യാം. ഓക്കെ, പർച്ചേസ് കൺസിഡറേഷൻ റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ ഡ്യൂ ആകാൻ നേരത്ത് ഫസ്റ്റ് പർച്ചേസ് കൺസിഡറേഷൻ എന്താവും, ഡ്യൂ ആവും. ഡ്യൂ ആകാൻ നേരത്ത് എൻട്രി എങ്ങനെയാണ് വരുന്നത്, ട്രാൻസ്ഫറർ അല്ല, ട്രാൻസ്ഫറി. ഓക്കെ, ട്രാൻസ്ഫറി ആയിട്ടല്ല വരുന്ന XY ലിമിറ്റഡ്, ട്രാൻസ്ഫറി അക്കൗണ്ട് ഡെബിറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. കാരണം പർച്ചേസ് ഡ്യൂ ഇവിടെ ആ ഡെപ്റ്ററാണ് ഇവിടെ ട്രാൻസ്ഫർ ഡിനോട്ട് ചെയ്യണത്. ഇവിടെ ഡെപ്റ്റർ ആയിട്ടാണ് ട്രാൻസ്ഫർ ഡിനോട്ട് ചെയ്യണത്. സോ നമുക്ക് അയാൾ കാശ് തരാനുണ്ട്, ബട്ട് കാശ് തന്നിട്ടില്ല. സോ ഈ എൻ്റെ ട്രാൻസ്ഫർ അക്കൗണ്ട് ഡെബിറ്റ് റിയലൈസേഷൻ അക്കൗണ്ടിൽ കൊടുക്കുക. സോ ട്രാൻസ്ഫർ ഇവിടെ ആരായിട്ടാണ് വരുന്നത്, ഇവിടെ XY ലിമിറ്റഡ് ആയിട്ട് വരുന്നത്. സോ ബൈ XY ലിമിറ്റഡ് ഡ്യൂ 75,000. പർച്ചേസ് കൺസിഡറേഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 75,000 ഇത് ഇവിടെ. ഓക്കെ, സോ ആ എൻട്രി വന്നു. ദെൻ നെക്സ്റ്റ് എന്താ വരിക, നെക്സ്റ്റ് ഇനി പേയ്മെൻറ്റ്. ഇനി നമ്മൾ ഈ ഡെപ്റ്ററിനെ ക്യാൻസൽ ചെയ്യണം. ഡെപ്റ്ററിനെ ക്യാൻസൽ ചെയ്യുന്ന വെച്ചാൽ പേയ്മെൻറ്റ് കൊടുക്കുക. പർച്ചേസ് കൺസിഡറേഷൻ പെയ്ഡ് എന്ന് പറയുന്ന നേരത്തെ ആ ഡെപ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം, കളയണം. ഡെപ്റ്റർ ആരാണ്, ടു ട്രാൻസ്ഫറി. ദെൻ എന്തൊക്കെയാണ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര, 75,000. ഇവിടെ വരാൻ നേരത്തെ ഇവിടെ പുതിയൊരു അക്കൗണ്ട് ഫോം ആവുന്നുണ്ട്. അതാണ് XY ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട്. സോ XY ലിമിറ്റഡ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്.
സോ ടു റിയലൈസേഷൻ ആണ് 75,000. ദെൻ ഇവിടെ ട്രാൻസ്ഫർ കമ്പനി നമ്മൾ ക്രെഡിറ്റ് ചെയ്താണ് ഡെപ്റ്ററിനെ ക്യാൻസൽ ചെയ്ത്. സോ അവിടെ എന്താ വരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ്. സോ ഇവിടെ എന്ത് വരുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് വന്ന് 75,000. ഓക്കെ. ദെൻ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് നമ്മൾ ആർക്ക് കൊടുക്കണം, നമ്മളത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്, ആ ഒരു പുതിയൊരു ലെഡ്ജർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് ടു XY ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 75,000. അത് നമ്മൾ ആർക്ക് കൊടുക്കണം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് വിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ്. സോ ഇവിടെ 75,000 വന്ന്, ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ 75,000 വന്നു. ഓക്കെ. ദെൻ ഇനി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലോൺ ടു Y ലിമിറ്റ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. എങ്ങനെ, ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ്. അത് എത്ര എമൗണ്ട്, 15,000. സോ ഈ അക്കൗണ്ട് ക്ലോസ് ആയി. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് അക്കൗണ്ടിൽ പോയി ഇവിടെ ടു ലോൺ ടു Y ലിമിറ്റ് എന്ന് കാണിക്കണം. സോ 15,000 ഇവിടെ കാണിച്ചു. സോ ഈ രണ്ട് അക്കൗണ്ടും ക്ലോസ് ആവുന്നപ്പോഴാണ്. ദെൻ ഇവിടെ ബാലൻസിങ് ഫിഗർ 15,000 വരും. ഇവിടെ വരുന്ന അസറ്റ്സിൽ എന്ത് ബാലൻസ് വന്നാലും അത് ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സോ ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 15,000. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൽ 15,000 ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ 15,000. ഓക്കെ. സോ ഇവിടെ എല്ലാ അക്കൗണ്ടും ക്ലോസ് ആയി. എന്ത് മാത്രം ക്ലോസ് ആയിട്ടില്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ട്. വേണമെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് റിയലൈസേഷൻ ക്ലോസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ. നമ്മുടെ ചോയ്സ് അനുസരിച്ച്. ഓക്കെ. സോ ഫസ്റ്റ് ഞാനിവിടെ ചെയ്യാൻ റിയലൈസേഷൻ അക്കൗണ്ടാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 1,20,000 ഉണ്ട്, 25,000 ഉണ്ട്, 75,000. സോ ബാലൻസ് ഫിഗർ 20,000 എനിക്ക് ലോസ് ആണ്. ഈ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, അത് P&L അക്കൗണ്ടായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ഇത് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വന്ന് എന്താണ്, ലോസ് ആണ്. ലോസ് ആരാണ് ബോൺ ചെയ്യേണ്ടത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ബോൺ ചെയ്യേണ്ടത്. സോ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ട്രാൻസ്ഫർ ചെയ്യും. സോ ഇവിടെ ലോസ് വന്ന് 20,000. അത് നമ്മൾ ആർക്ക് ട്രാൻസ്ഫർ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. ടു റിയലൈസേഷൻ അക്കൗണ്ട് വിട്ടു ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് വിട്ടു റിയലൈസേഷൻ അക്കൗണ്ട് 20,000. ഈ അക്കൗണ്ട് ക്ലോസ് ആയി. ഓക്കെ. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. താങ്ക് യു.